അധ്യക്ഷനെ ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. COAയുടെ സംസ്ഥാന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കേരളത്തിൻ്റെ സമാദരണീയനായ നിയമസഭാ സ്പീക്കർ, നമ്മുടെ എല്ലാം ഏറെ ബഹുമാനായ ശ്രീ AN ഷംസീർ, ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന സംസ്ഥാന ഭാരവാഹികളായ ശ്രീ പ്രവീൺ മോഹൻ, ശ്രീ PB സുരേഷ്, ശ്രീ രാജ്മോഹൻ, ശ്രീ നിസാർ കോയാപ്പറമ്പിൽ, ശ്രീ PS സിബി, ശ്രീ M മൻസൂർ, ശ്രീ ബിനു ശിവദാസ്, ശ്രീ ജ്യോതികുമാർ, ശ്രീ രാജ്മോഹൻ, ഗോവിന്ദൻ, അബൂബക്കർ തുടങ്ങി ഈ സംഘടനയുടെ സംസ്ഥാന ഭാരവാഹികളെ, ഈ സംഘാടക സമിതിയുടെ നേതാക്കന്മാരെ, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഈ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരായ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, മാധ്യമ പ്രവർത്തകരെ, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ 14ാമത് സംസ്ഥാന സമ്മേളനമാണ് ഇവിടെ ബഹുമാനായ സ്പീക്കർ ഉദ്ഘാടനം ചെയ്യുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് വെച്ച് തന്നെയാണ് ഇതിൻ്റെ സംഘാടക സമിതിയുടെ വിപുലമായ യോഗം ഞാനും കൂടി പങ്കെടുത്തുകൊണ്ട് ചേരുകയുണ്ടായി. ആ യോഗത്തിലെടുത്ത തീരുമാനം അക്ഷരാർത്ഥത്തിൽ സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കിക്കൊണ്ടാണ് ഈ സംസ്ഥാന സമ്മേളനം, ഇന്നും നാളെയുമായി നടക്കുന്ന ഈ സംസ്ഥാന സമ്മേളനം നടക്കുന്നതെന്നുള്ളത് ഇവിടെ ചിട്ടയോടെ നടക്കുന്ന ഈ സംസ്ഥാന സമ്മേളനം കാണുന്ന ആർക്കും ബോധ്യപ്പെടുന്നതാണ്. അതിന് നിങ്ങളെ ഓരോരുത്തരെയും, സംഘാടക സമിതി നേതാക്കന്മാരെയും പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരെയും പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. ഏതാണ്ട് 50,000-ഓളം പേർ പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് നിങ്ങളുടെ വിപുലമായ ഒരു ശൃംഖല. കേരള വിഷൻ എന്ന കമ്പനിയുടെ ഉടമസ്ഥാവകാശം കൂടി കൈവശപ്പെടുത്തിയിട്ടുള്ള നിങ്ങളുടെ സാന്നിധ്യം, നിങ്ങളുടെ പ്രാധാന്യം കേരളത്തിലെ ദൃശ്യ മാധ്യമ രംഗത്ത് എത്ര പ്രാധാന്യമുള്ളതാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. വിവര സാങ്കേതിക വിദ്യയുടെ ഏറ്റവും ജനകീയമായ മുഖമാണ് ദൃശ്യമാധ്യമങ്ങളെന്ന് നമുക്കെല്ലാം തന്നെ അറിയാം. അതിനെ ജനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഒരു സുപ്രധാന കണ്ണിയാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്നാൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഞങ്ങൾ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. KSEB-യുമായി ബന്ധപ്പെട്ട് കേബിൾ വലിക്കുന്നതുമായി ബന്ധപ്പെട്ട വാടകയുടെ പ്രശ്നങ്ങൾ തുടങ്ങി ജനങ്ങളിൽ നിന്ന് മാസാമാസം അല്ലെങ്കിൽ ക്വാർട്ടർലി അല്ലെങ്കിൽ ഇയർലി ആയിട്ട് കളക്ട് ചെയ്യാൻ, അതിൻ്റെ ഫീസ് കളക്ട് ചെയ്യുന്നതിനുള്ള സാങ്കേതികമായ ബുദ്ധിമുട്ട്, പ്രയാസങ്ങളെല്ലാം അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. പക്ഷെ ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് ഈ സംഘടനയുടെ പ്രാധാന്യം നിങ്ങൾ ഇതിനകം മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ സംഘടന കൊണ്ടാണ് നിങ്ങളുടെ ശൃംഖലയെ ശക്തിപ്പെടുത്താൻ കഴിഞ്ഞത്. വൻകിട കമ്പനികളുടെ സാന്നിധ്യത്തിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കുവാൻ നിർണായകമായ പങ്കുവഹിച്ചൊരു മഹാപ്രസ്ഥാനമാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്ന് നിസ്സംശയം നമുക്കെല്ലാം തന്നെ പറയുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനം കേരളത്തിലെ ദൃശ്യമാധ്യമ രംഗത്തെ ജനങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിൽ, ജനങ്ങൾക്ക് ദൃശ്യമാധ്യമങ്ങളുടെ സാന്നിധ്യം സഹായകരമായ വിധത്തിൽ, ചെലവ് കുറഞ്ഞ വിധത്തിൽ എത്തിക്കുന്നതിലൊക്കെ തന്നെ നിങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അതുകൊണ്ട് കേരളത്തിലെ സാമൂഹ്യ മാറ്റത്തിൽ വലിയ നിർണായകമായ പങ്കാണ് നിങ്ങളുടെ പ്രസ്ഥാനം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. അഭിമന്യനായ സ്പീക്കറുടെ സാന്നിധ്യം നമുക്കറിയാം, ഈ സമ്മേളനത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സ്പീക്കർ തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യുന്നു എന്നുള്ളത് ഈ സംഘടനയ്ക്ക് അദ്ദേഹം നൽകുന്ന പ്രത്യേകമായ താല്പര്യവും പരിഗണനയും സൂചിപ്പിക്കുന്നതാണ് എന്ന് അടിവരയിട്ട് പറയുവാൻ ഞാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം നടക്കുന്ന ഈ സമ്മേളനം, അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്ന സമ്മേളനം എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ 14ാം സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രസക്തിയേറെ വർദ്ധിച്ചിരിക്കുന്നു. അദ്ദേഹം സന്നിഹിതനായിരിക്കുന്നത് കൊണ്ട് ഒരു ദീർഘമായ അധ്യക്ഷ പ്രസംഗം ഞാൻ നടത്തുന്നത് ഒട്ടും ശരിയല്ല. അദ്ദേഹം കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്നു. അദ്ദേഹത്തിനെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സമ്മേളനം നിങ്ങളുടെ സങ്കീർണമായ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും അതിനുള്ള പ്രതിവിധികൾ കണ്ടെത്തുന്നതിനും അതിന് ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ടവരിൽ, ഗവൺമെന്റിൽ ഉൾപ്പെടെ സമർപ്പിക്കുന്നതിനുമുള്ള ഒരു ഗൗരവതരമായ ചർച്ച ഈ 2 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൽ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വെറും ഒരു സമ്മേളനത്തിൽ പങ്കാളിത്തം വഹിച്ച് മടങ്ങിപ്പോവുക എന്നുള്ളതിനപ്പുറത്തേക്ക് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ ആഴവും പരപ്പും മനസ്സിലാക്കാനും
അതിന് പരിഹാര നിർദ്ദേശങ്ങൾ കണ്ടെത്താനും കഴിയുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. ആ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുവാൻ ഈ 2 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിലൂടെ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട്, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ സമയബന്ധിതമായി പരിഹരിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ഈ സമ്മേളനത്തിൽ എല്ലാവിധ ഭാവുകളും നേർന്നുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.